ഹലോ ടീച്ചറെ. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. ഏതായാലും വിളിച്ചത് കാര്യമായി. ആ വിവരമൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്തായാലും നല്ലൊരു പരിപാടിയാ കേട്ടോ. പിള്ളേരെല്ലാം വരത്തില്ലെന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. മിക്ക വീട്ടിലും ഇത് തന്നെ ടീച്ചറെ അവസ്ഥ. മക്കളെ പഠിപ്പിച്ചു, അവർക്ക് ജോലിയായി, അവര് വിദേശത്തേക്ക് പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കുമായി. എന്റെ മോള് തന്നെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്യാനാ ടീച്ചറെ? ഇവിടുത്തെ അവസ്ഥയും അതൊക്കെ തന്നെ. ഇനി വല്ല സായിപ്പുമാരെയും പിടിച്ചോണ്ട് വരുമോന്നാ എന്റെ പേടി. എന്തായാലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ ടീച്ചറെ. വരുന്നിടത്ത് വെച്ച് കാണാം. ഓണത്തിന് ഗുരുവായൂർ പോവാനിരുന്നതാ. ഇനി എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ കാര്യം. സന്തോഷമായി. 5ാം ഓണം വരെ ഇവിടെ സദ്യ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ടീച്ചർ അറിഞ്ഞായിരുന്നോ? ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്തായാലും സന്തോഷമായി കേട്ടോ. എങ്ങനെ ഈ ഓണം ഒന്ന് കഴിച്ചു കൂട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും സമാധാനമായി. നമ്മുടെ മക്കളെ ഓർത്ത് കാലം കഴിക്കാതെ ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യണം ടീച്ചറെ. അതല്ലേ നമുക്കൊരു സന്തോഷം. നമുക്ക് എന്തെങ്കിലും സന്തോഷം വേണ്ടേ? ടീച്ചർ മോളോട് പറഞ്ഞിരുന്നോ? മോളോട് പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി കേട്ടോ. ഇപ്പോഴാ അവർക്കൊരു സമാധാനമായത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂർ പോണം. ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ ടീച്ചറെ, ഒരുപാട് പാക്കേജുകളൊക്കെ ഇല്ലേ, ടൂർ പാക്കേജ്. നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. അതെ അതെ. എന്തായാലും ഓണപരിപാടിയൊക്കെ കഴിയട്ടെ ടീച്ചറെ, ഞാൻ വിളിക്കാം. ഓക്കെ. വിശ്വ സാർ എന്നെത്തി? താങ്കളെ അന്വേഷിച്ചപ്പം ഇവിടെ സ്ഥലത്തൊന്നുമില്ലെന്നാണല്ലോ അറിഞ്ഞേ. ഞാനൊരു നീണ്ട യാത്രയിലായിരുന്നു. എവിടെ പോയി? ഞാൻ കാശി, രാമേശ്വരം, അയോധ്യ, അങ്ങനെ അയോധ്യയിലൊക്കെ പോയോ? അതെ അതെ. അത് ഭാഗ്യമാണല്ലോ. സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് അയോധ്യയിലൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞാൽ ആരോഗ്യം നമുക്ക് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ആരുണ്ട്? ആരുണ്ടെങ്കിലെന്തോ ഇല്ലെങ്കിലെന്തോ എല്ലാം ഒരേപോലെ. ഓണത്തിന് വല്ല പരിപാടി ഉണ്ടോ, അതോ യാത്ര വല്ലതും ആണോ? മൂകാംബികയിലൊന്ന് പോകണം ആഗ്രഹമുണ്ട്. ഓണത്തിന് വല്ല പരിപാടികളിലും ഉണ്ടോ? ഇപ്പോൾ മിക്ക വീട്ടുകാരുടെയും മക്കളൊക്കെ വിദേശത്താണ്. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുറേ രക്ഷകർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. തിരുവോണമായിട്ട് അവർക്ക് എങ്ങും പോകാനില്ല, ആ വീട്ടിൽ ആരുമില്ല. അപ്പോൾ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു കുടുംബ സംഗമം നമ്മൾ നടത്തുകയാണ്. അപ്പം സാറ് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. ഇത് നമ്മുടെ ഒരു അപേക്ഷയാണ്. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഗസ്റ്റായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു സാറില്ലേ, അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും വരാമെന്ന് സമ്മതിച്ചിരിക്കുക. അപ്പോഴേ ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ, കാരണം. ശരി, ഞാൻ ഇറങ്ങാം. അല്പം തിരക്കോട്ടെ. ശരി, എന്നാ കാണാം.